മനുഷ്യൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് കൗമാരകാലങ്ങളിലാണ്. ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതും ലോകത്തിലെ മാതൃകയായി മാറുന്നതും എല്ലാം ഈ സുന്ദരകാലത്താണ്. ഇന്നത്തെ എപ്പിസോഡിൽ ടീനേജേഴ്സിനെ ഇൻസ്പയർ ചെയ്യാൻ സ്യൂട്ടബിൾ ആയ ഒരു സൗത്ത് ഇന്ത്യൻ സുന്ദരിയാണ് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. 2015 മണപ്പുറം മിസ് സൗത്ത് ഇന്ത്യ വിന്നറായ മിസ് അലീന കാത്രീൻ അമോൻ. Hi Alina. Hi. First of all, congrats on your success in the Miss South India 2015. Thank you so much. പറയൂ അലീന, എങ്ങനെയായിരുന്നു ഈ കോമ്പറ്റീഷനിലേക്കുള്ള എൻട്രി? ഈ കോമ്പറ്റീഷനിൽ ഇതിൻ്റെ ഓഡിഷൻസ് നടക്കുന്നത് ജാനുവരി ബിഗിനിങ്, ഡിസംബർ എൻഡ് ആ സമയത്തൊക്കെ ആയിരുന്നു. സോ എനിക്ക് കൊച്ചിയിൽ ഓഡിഷൻസിന് വരാൻ പറ്റിയില്ല. കാര്യം എനിക്ക് അവിടുത്തെ എക്സാംസും കാര്യങ്ങളായത് കാരണം എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ആ ഡേറ്റിൽ. സോ ഞാൻ പെർമിഷൻ എടുത്ത് ബാംഗ്ലൂർ ഓഡിഷനിലാണ് ഞാൻ പോയത്. പക്ഷേ ഐ വാസ് റിപ്രസെൻറ്റിങ് കേരള ദേർ. അങ്ങനെ അവിടെ ചെന്നു. ദർ വെർ ലോട്ട് ഓഫ് ഗേൾസ്, ഒരു അറൗണ്ട് 34 ഗേൾസ് ഉണ്ടായിരുന്നു അന്ന് ഓഡിഷൻ ചെയ്യാനായിട്ട്. ആൻഡ് ബാംഗ്ലൂർ ഗേൾസിനെയാണ് അവർ ആദ്യം നമ്മളുടെ റൗണ്ട്സ് കഴിഞ്ഞിട്ട് വെൻ ദേ വർ കോളിംഗ് ഔട്ട് ദ നെയിംസ് ഓഫ് പീപ്പിൾ ഹു ആർ സെലക്റ്റഡ്, അവരാദ്യം ബാംഗ്ലൂരിലെ പിള്ളേരെയാണ് വിളിച്ചത്. സോ മൈ നമ്പർ ഡിഡ്ന്റ് കം. ഐ വാസ് ലൈക്ക് പോയോ. ബട്ട് ദെൻ ദേ കോൾഡ് ഔട്ട് 2 ഗേൾസ് ഹു ആർ റിപ്രസെൻറ്റിങ് കേരള ഫ്രം ബാംഗ്ലൂർ. അങ്ങനെ ആ സമയത്താണ് എൻ്റെ പേര് വിളിക്കുന്നത്. പക്ഷെ അന്ന് ദർ വെർ ഓൾറെഡി 9 ഗേൾസ് സെലക്റ്റഡ് ഫ്രം ദ കൊച്ചിൻ ഓഡിഷൻസ്. ആൻഡ് ഞങ്ങൾ രണ്ടുപേരെയും കൂട്ടി 11 ഗേൾസ് വെർ ദ സെമി ഫൈനലിസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ എ വീക്ക് ഓർ സോ വി ആർ ഗെറ്റിംഗ് എ മെയിൽ. I got a mail saying I'm selected as one of the finalists for South India, Manappuram Miss South India. അങ്ങനെയാണ് ഇതിലേക്കുള്ള എൻട്രി വരുന്നത്. അതെ. അപ്പം ആ മെയിൽ കിട്ടിയപ്പോൾ എന്തായിരുന്നു അലീനയുടെ റിയാക്ഷൻ? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു? യെസ്, ഓഫ് കോഴ്സ്. കാര്യം മിസ് സൗത്ത് ഇന്ത്യ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് when you try hard for it and when you get it, it's obviously it's a beautiful feeling. So I was very happy when I received the mail. എങ്ങനെയായിരുന്നു കരിയറിൻ്റെ സ്റ്റാർട്ട്? എങ്ങനെയായിരുന്നു അലീന? എൻ്റെ കരിയർ ഞാൻ 2 years മുമ്പ്, ഇപ്പോൾ ഓൾമോസ്റ്റ് 3 years ആവണി ജൂൺ ആകുമ്പോഴേക്കും ഞാൻ മോഡലിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഫ്രണ്ട് റിയ, ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ അവൾ ഓൾറെഡി മോഡലിങ്ങിലുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ when I came down from Christ, I told her, ഒരു ചാൻസ് ഉണ്ടെങ്കിൽ you have to inform me എന്ന് പറഞ്ഞിട്ട്. That's how I'm getting my first show with her. So I was able to walk the ramp with my best friend for the first time. And photoshoot was with Shimati. അതും ഈ ഇൻട്രസ്റ്റിൻ്റെ പുറത്തുള്ള ഒരു ഇതിലാണ് എനിക്കത് കിട്ടിയതും. ഞാൻ ഒരു പ്രാവശ്യം ഷീമാട്ടിയിൽ ഷോപ്പ് ചെയ്യാൻ പോയപ്പോൾ ദേ വർ കോളിംഗ് ഫോർ കസ്റ്റമർ മോഡൽസ്. ആൻഡ് ആ സമയത്ത് ഞാൻ ചുമ്മാ എൻ്റെ പേരും അഡ്രസ്സും അവിടെ കൊടുത്തിട്ട് പോയതാണ്. സോ ഈ റാം ഷോ കഴിഞ്ഞൊരു 3-4 days കഴിഞ്ഞപ്പോഴേക്കും ഷീമാട്ടിയിൽ നിന്ന് ഐ എം ഗെറ്റിംഗ് എ കോൾ സെയിങ് ദേ ആർ പ്ലാനിങ് ഓൺ എ ഫോട്ടോഷൂട്ട്. ഫോട്ടോസ് ഒന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോസ് അയച്ചു കൊടുത്തു. ദേ ലൈക്ക് മീ ആൻഡ് ദെൻ my first photo shoot was with that awesome brand. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഷോ വാസ് ഓൾസോ വിത്ത് ഷീമാട്ടി. അന്ന് എനിക്ക് സമീറ റെഡ്ഡിയുടെ എനിക്ക് നടക്കാൻ പറ്റിയത്. സോ ഫ്രം ദർ ഇറ്റ്സ് ബീൻ എ വെരി ഗുഡ് ജേർണി. 3 years ആയിരുന്നു യെസ്. കരിയർ സ്റ്റാർട്ട്. ഓക്കെ. പിന്നെ ആരാണ് കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് അലീനയെ ഈ ഒരു ഫീൽഡ് മോഡലിംഗിലേക്ക് വരാൻ? അത് പറഞ്ഞാൽ ഐ ഹാവ് ടു ഗോ ടു മൈ 3-4 years when I was 3-4 years old. ഞാൻ 1994 I remember seeing Sushmita Sen and Aishwarya Rai getting crowned. And അവർ the way they were walking on the ramp and a pageant, the crown, it I don't know, somehow it captured me in a way that എനിക്ക് വലുതാകുമ്പോൾ അതായാൽ മതി എന്നുള്ളൊരു ഫോക്കസ് ആയിരുന്നു. സോ I think that pageant, Femina Miss India, during that time, Sushmita win, that has inspired me the most.
മിസ് സൗത്ത് ഇന്ത്യൻ പേജന്റിൽ അലീനയുടെ സക്സസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത സ്റ്റേജ് ഏതായിരുന്നു? ഞങ്ങൾക്ക് 3 റൗണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഫസ്റ്റ് റൗണ്ട് വാസ് ഇൻട്രൊഡക്ഷൻ റൗണ്ട്. ഞാൻ കണ്ടസ്റ്റന്റ് നമ്പർ 1 ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം എൻ്റെ പേര് വിളിച്ചു ആൻഡ് ഐ വെൻറ്റ് ഓൺ ടു ദ സ്റ്റേജ് ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ആൻഡ് I started with my introduction. I think my 4th or 5th word I completely forgot. I just went blank on stage. അത് കഴിഞ്ഞിട്ട് when I got back to the group, I was like, I have to perform even better. കാര്യം അല്ലെങ്കിൽ നമ്മളുടെ മാർക്സ് പോയ it can affect your നമ്മൾ ടോപ്പ് 10ലേക്ക് ക്രാക്ക് ചെയ്യോ ഇല്ലേ എന്നുള്ള ഒരു ഇതുണ്ട്. സോ അത് കഴിഞ്ഞ് ടോപ്പ് 10ലേക്ക് കയറിയപ്പോഴേക്കും ഐ തിങ്ക് എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് വിത്ത് ദ ജഡ്ജസ്, ദാറ്റ് വാസ് ദ റൗണ്ട് ദറ്റ് ഗേവ് മീ ദ മോസ്റ്റ് marks to go up front to top 6. കാര്യം എനിക്ക് അജ്മലിനെയാണ് ജഡ്ജായിട്ട് കിട്ടിയത്. ആൻഡ് ഹി മെയ്ഡ് മീ ഡു സംതിങ് വെരി ക്രേസി ഓൺ സ്റ്റേജ്. നമ്മൾ യൂഷ്വലി ബ്യൂട്ടി പാജൻസിന് കാണാത്തൊരു കാര്യം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞത്. ഹി മെയ്ഡ് മീ സ്ക്രീം ഓൺ സ്റ്റേജ്. അത്രയും വലിയ ഓഡിയൻസിന് മുമ്പിൽ ഐ എം വെയറിങ് മൈ ഈവനിങ് ഗൗൺ ഓൾ ഡ്രെസ്ഡ് അപ്പ് ആൻഡ് മേക്കപ്പ് ഇട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കുമ്പോഴേക്കും ഹീസ് ആസ്കിങ് മീ ടു സ്ക്രീം ആൻഡ് ഐ ലൈക്ക്, ഞാൻ ആദ്യം ഏന്നായി പോയി. ഐ ക്ലാരിഫൈഡ് ഇറ്റ് വിത്ത് ഹിം, സർ യു വോണ്ട് മീ ടു സ്ക്രീം? ഇറ്റ്സ് ലൈക്ക് യെസ്, ഐ വോണ്ട് യു ടു സ്ക്രീം. ആൻഡ് ഐ സ്ക്രീംഡ് മൈ ലങ്സ് ഔട്ട് ദെയർ. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സ്ക്രീമിങ് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. കാര്യം നമ്മൾ ആ ഒരു ടെൻഷൻ, ആ ഒരു നെർവസ്നെസ് അതെല്ലാം നമ്മൾ ഉള്ളിൽ നിന്ന് അപ്പോൾ പോവുകയാണ് വെൻ യു സ്ക്രീമിങ്. അപ്പോൾ നമ്മളുടെ ഇൻഹിബിഷൻസ് എല്ലാം പോയി. ഐ കുഡ് ബി മൈ സെൽഫ് ആൻഡ് പെർഫോം. അത് സോ ഐ തിങ്ക് ദാറ്റ് സ്ക്രീം ഹെൽപ്പ് മീ ദ മോസ്റ്റ്. പിന്നെ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു അലീനയുടെ മിസ് സൗത്ത് ഇന്ത്യയിലേക്ക്? മിസ് സൗത്ത് ഇന്ത്യയിലേക്കുള്ള ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു. പക്ഷേ പാജൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. 2012 മിസ് കേരള ആയിരുന്നു എൻ്റെ ഫസ്റ്റ് പാജൻറ്റ്. അത് ഞാൻ മോഡലിങ്ങിലേക്ക് കയറി ഒരു ഫ്യൂ മന്ത്സിനുള്ളിലാണ് അതിൻ്റെ ഓഡിഷൻസ് അറിഞ്ഞത്. ആൻഡ് ഞാൻ പോയി ഓഡിഷൻ ചെയ്ത് ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ ഹൗ ഇറ്റ് ഇസ്, ഹൗ ഓൾ ദിസ് പാജൻറ്റ് ഹാപ്പൻസ്, ഹൗ ആർ തിങ്സ് ഡൺ ദെയർ. ആ ഒരു ക്യൂരിയോസിറ്റിയാണ് എന്നെ അവിടെ എത്തിച്ചത്. അങ്ങനെ ഞാൻ ഓഡിഷൻ ചെയ്തു ആൻഡ് I was selected as a finalist. Then avade I was very raw, very fresh. I didn't know what to do. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ മിസ് കേരളക്ക് പോകുന്നത്. But by God's grace I could crack to top 10 there. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മെഡിക്കി came up. Then മെഡിക്കി കഴിഞ്ഞ ഉടനെ തന്നെ I did മിസ് ഇന്ത്യ, ഫെമിന മിസ് ഇന്ത്യയിൽ ഞാൻ ട്രൈ ചെയ്തു ലാസ്റ്റ് ഇയർ. കേരളത്തിൽ നിന്ന് സെലക്റ്റഡ് ആയ 3 പേരിൽ ഒരാളായിരുന്നു ഞാൻ. വി ക്രാക്ക് ദ സൗത്ത് സോൺ റീജിയണൽ പാജന്റ് ഓൾസോ. അവിടെ നിന്ന് ഞങ്ങൾ ഫൈനൽ ഓഡിഷൻ, മുംബൈയിലെ ഫൈനൽ ഓഡിഷൻ വരെ എത്തി. ആൻഡ് ഐ ക്രാക്ക് ടിൽ ടോപ്പ് 40 there. സോ ഐ വാസ് ലൈക്ക് ഇത്രയും വിത്തൗട്ട് വർക്കിംഗ് ഹാർഡ് ഒരു ഇതില്ലാതെ നമുക്ക് അത്രയും എത്താൻ പറ്റുമെങ്കിൽ. സോ ഐ വാണ്ടഡ് ടു സീ വാട്ട് ഐ ക്യാൻ ഡു ഇഫ് ഐ ആക്ച്വലി പ്രിപ്പയർ ഫോർ എ പാജന്റ് ആൻഡ് വർക്ക് റിയലി ഹാർഡ് ഫോർ ഇറ്റ്. അങ്ങനെയാണ് വെൻ സൗത്ത് ഇന്ത്യ കെയിം അപ്പ് ഐ വാണ്ടഡ് ടു ടേക്ക് ഇറ്റ് അപ്പ് ആൻഡ് സീ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കയറുന്നത്. അലീന പറഞ്ഞു മെഡിക്കൽ ഇപ്പം ടോപ്പ് 4 കണ്ടസ്റ്റൻസ് വരെ എത്തിയായിരുന്നു അല്ലേ ലാസ്റ്റ്. അപ്പം റിയാലിറ്റി ഷോസിനെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണ്? റിയാലിറ്റി ഷോയിൽ ഞാൻ കയറുന്നതിന് മെയിൻ റീസൺ ഇസ് ബിക്കോസ് നമ്മൾ യൂഷ്വലി പറയാറുണ്ട് ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഡ്രാമ, റിയാലിറ്റി ഷോയിൽ റിയാലിറ്റി അധികം ഇല്ല എന്നൊക്കെ. സോ എക്സാക്ട്ലി ഹൗ ഐ സെഡ്, മിസ് കേരളക്ക് ഞാൻ പോയത് എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയാണ്. അതറിയാനായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. സോ മിടുക്കിയിലേക്കുള്ള എൻട്രിയും അങ്ങനെയായിരുന്നു. ഐ വാണ്ടഡ് ടു സീ ഹൗ റിയാലിറ്റി ഷോസ് വർക്ക് ആൻഡ് ഹൗ മച്ച് ഓഫ് എ റിയാലിറ്റി ഇസ് ദെയർ ഇൻ റിയാലിറ്റി ഷോ. But Midiki, that was the most beautiful experience of my life. ആ ഒരു 8 months പോയതറിഞ്ഞില്ല. The way each of us bonded, the contestants itself. ഞങ്ങൾ 20 പേരുണ്ടായിരുന്നു. പക്ഷേ there are a few of them who are still in touch and who are very close to me. So ഒരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പിനൊരു തുടക്കമായിരുന്നു മിടുക്കി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ യു ആർ ഇൻട്രാക്ടിങ് വിത്ത് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ജഡ്ജസ് ഹു ആർ സിറ്റിംഗ് ദെയർ ടു ഇവാലുവേറ്റ് യു, to give their opinions, to make you a better person. So
മെഡിക്കി എന്ന് പറഞ്ഞ ആ ഒരു ഷോ ചെയ്തില്ലായിരുന്നെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇത്രയും ഗ്രൂംഡ് ആയിരിക്കില്ല ഞാൻ. യുനോ ദ വേ യു പെർസീവ് തിങ്സ്, ദ വേ യു വോണ്ട് ടു ടേക്ക് അപ്പോൺ തിങ്സ് ഇൻ ലൈഫ്, അതൊക്കെ മിടുക്കി എന്ന് പറഞ്ഞ ഷോ എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ്സ് കുറേ ബ്രോഡൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു റിയാലിറ്റി ഷോ ഹാസ് ഹെൽപ്പ് മീ എ ലോട്ട്. ആൻഡ് യെസ്, റിയാലിറ്റി ഷോയിൽ whatever you see is actually real. We do cry, we do laugh, we do have fights sometimes. പക്ഷെ മിടുക്കിയിൽ അത്രയും ഫൈറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. Luckily we were all like a family there. But yes, there's a lot of reality in reality shows if you ask me. എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം മോഡലിംഗ് ഫിലിമിലേക്കുള്ള ഒരു എന്താ പറയുക ഗേറ്റ്വേ. ഇഫ് യു ആസ്ക് മീ ദാറ്റ്, വെൽ, മോഡലിംഗ് നമുക്കൊരു പ്ലാറ്റ്ഫോം തരാണ് to be out there, to show yourself. And അങ്ങനെ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴേക്കും obviously you will get noted by the movie industry also. Then നമുക്ക് ഓഫേഴ്സ് വരാറുണ്ട്. ആൻഡ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ഗേറ്റ് വേ, ബിക്കോസ് ഇറ്റ് ഈസ് ഗിവിങ് യുവർ പ്ലാറ്റ്ഫോം ടു ഷോക്കേസ് യുവർ സെൽഫ് ടു ദ മൂവി ഇൻഡസ്ട്രി ഓൾസോ. യെസ്. ഈ ഹായ് ആം ടോണിയിൽ ചെയ്തിരുന്നല്ലേ, അതിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? അത് പ്യോർലി ത്രൂ ഓഡിഷൻസ്. ഇതിൻ്റെ ഓഡിഷൻ കോൾ കണ്ടിരുന്നു. ആൻഡ് എനിക്ക് ലാൽ ജൂനിയറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ആഫ്റ്റർ സീയിങ് ഹണി ബി. യാ. അപ്പോൾ ആ ഒരു ക്രൂ, പിന്നെ ജീൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീൻ ചേട്ടൻ എൻ്റെ സ്കൂളിൽ സീനിയറും ആയിരുന്നു. സോ ഐ ഹവ് സീൻ ഹിം ഡിറക്റ്റിംഗ് പ്ലേസ് ആൻഡ് ഡൂയിങ്, ഞങ്ങൾക്ക് സർഗാഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഇൻ്റർ ക്ലാസ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. സോ ഈവൻ ഡ്യൂറിങ് ദാറ്റ് ടൈം വി കുഡ് സീ ഹിം വർക്ക് ഇങ്ങനത്തെ ഡ്രാമാസ്, ഹോൾ സ്ക്രിപ്റ്റിംഗ്. അപ്പം നമ്മൾ ചെറുപ്പം മുതലേ കാണുമ്പോഴേക്കും യു നോ ദിസ് പേഴ്സൺ, റൈറ്റ്? അപ്പം പുള്ളി, വെൻ ജീൻ ചേട്ടൻ വാസ് കോളിംഗ് ഫോർ ദ മൂവി, I really wanted to be a part of it, to work with him, to see how it is. അങ്ങനെ ഓഡിഷന് ഞാൻ എൻക്വയറി ചെയ്തു ഇഫ് ഐ ക്യാൻ കം ഇൻ ഓഡിഷൻ. അങ്ങനെ വന്ന് ഓഡിഷൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആൻഡ് ജീൻ ചേട്ടനായിരുന്നു എൻ്റെ ലാസ്റ്റ് ഫൈനൽ ഓഡിഷൻസ്. ഫസ്റ്റ് റൗണ്ട് ഓഫ് ഓഡിഷൻ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ദി സെലക്റ്റഡ് 7 or 8 ഗേൾസ് ഐ ഗെസ്. ആൻഡ് ജീൻ ചേട്ടനായിരുന്നു അന്ന് ഇരുന്നിട്ട് ഓഡിഷൻ ചെയ്തത്. നമ്മളെല്ലാവരെയും 1-on-1 ആണ് ഓഡിഷൻ ചെയ്തത്. After 3 grueling process of audition, he said, I'm selected. So that's how I got Hi, I'm Tony. Yeah. മോഡലിംഗ് ആണോ അതോ ആക്ടിംഗ് ആണോ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്? I love both. Yes, equal ആണ്. Modeling, see, it's 2 different things. Modeling എന്ന് പറയുമ്പോഴേക്കും you're being something that ഇത് ഒരു ഹാങ്ങർ ആവാന്ന് പറയുന്ന പോലെ തന്നെയാണ്. ടു പോർട്രേ ദ ഡിസൈനേഴ്സ് ക്ലോത്ത് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ വേ. അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന പ്രൊഡക്റ്റിന് ഏറ്റവും കൂടുതൽ ജസ്റ്റിസ് ചെയ്യണം നമ്മളവിടെ when you're modeling for something. So modeling is completely different from acting. പക്ഷെ ആക്ടിങ്ങിൽ you're turning into a whole new character. You're acting like someone whom you are not actually. നമ്മൾ വേറൊരാളെ തന്നെ അബ്സോർബ് ചെയ്ത് അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ പോർട്രേ ചെയ്യുന്നു, അയാളുടെ പോലെ സംസാരിക്കുന്നു, അയാളുടെ പോലെ മാനറിസംസ് കാണിക്കുന്നു. സോ ഇറ്റ്സ് 2 different cup of tea actually, but I love both of it. പിന്നെ അലീനയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ അലീനയ്ക്ക് ഇഷ്ടമുള്ള ഫീച്ചർ ഏതാണ്? I think I like my eyes and my smile. നോട്ടം ഭയങ്കര ഷാർപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഐസ്. ഐ തിങ്ക് ഐ ഗോട്ട് എ വെരി എക്സ്പ്രസീവ് ഐസ്. അപ്പോൾ മിസ് സൗത്ത് ഇന്ത്യ ആയി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ ലൈഫിൽ? ലൈഫിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ, വെൽ, ഐവ് ഗോട്ട് എ ലോട്ട് മോർ ബിസിയർ. ദിസ് ടൈറ്റിൽ ഇസ് കീപ്പിംഗ് മീ ഓൺ മൈ ടോസ് റൈറ്റ് നൗ. കാര്യം ഞാൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. ഐ എം ഡൂയിങ് മൈ മാസ്റ്റേഴ്സ് ദെയർ ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്. സെയിൻറ്റ് ജോസഫ്സ് കോളേജ് ഓഫ് കോമേഴ്സിലാണ് പഠിക്കുന്നത്. സോ വെൻ ഐ എം ദെയർ, ഇങ്ങനെ എല്ലാ വീക്കെൻഡ്സും ഇറ്റ്സ് ഈദർ എ ഷൂട്ട് ഓർ എൻ ഇൻ്റർവ്യൂ ഓർ ഒരു ഫങ്ഷൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ I'm shuttling between Bangalore and Cochin like almost every weekend. So our busy life, because I have to balance both my class work and my work. That has changed a little bit. Other than that, I don't think anything has changed much. Yeah.
മിസ് സൗത്ത് ഇന്ത്യ പേജന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലീനയുടെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? Personal, I think I've become a little more professional. Like ഇങ്ങനെ ഇൻ്റർവ്യൂസിന് ഞാൻ സൗത്ത് ഇന്ത്യ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ടൈം ലൈവ് ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്നത്. സോ ദാറ്റ് വാസ് മൈ വെരി ഫസ്റ്റ് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് എ ലൈവ് ടെലിവിഷൻ. സോ ആ സമയത്ത് യുനോ ഇറ്റ് മെയ്ഡ് മീ വെരി കോൺഷ്യസ് അബൌട്ട് ദ തിങ്സ് ദാറ്റ് ഐ സ്പോക്ക്. കാര്യം നമ്മൾക്ക് ലൈവ് പറയുമ്പോഴേക്കും ഇങ്ങനെ യു കെൻ നെവർ ടേക്ക് യുവർ വേർഡ്സ് ബാക്ക്. സോ ഐ തിങ്ക് ഇറ്റ് ഹാസ് ചേഞ്ച് ദ വേ ഐ ടോക്ക് during interviews. അതല്ലാതെ no changes whatsoever. പിന്നെ അലീനയുടെ ബ്യൂട്ടി മന്ത്ര എന്താണ്? I don't have a beauty mantra as such, but what I usually do is ഞാൻ ജങ്ക് ഫുഡ്സ് അധികം കഴിക്കാറില്ല. അത് ഞാൻ ഈ മിസ് സൗത്ത് ഇന്ത്യയുടെ പ്രിപ്പറേഷൻസ് മുതലേ ചെയ്ത് തുടങ്ങിയൊരു കാര്യമാണ്. ആൻഡ് ഐ ഡു പിലാറ്റീസ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ട്രെയിനിങ്. ദെൻ ഐ ഡ്രിങ്ക് ലോട്ട് ഓഫ് വാട്ടർ, ജ്യൂസ്, സൺസ്ക്രീൻ ഇടും പുറത്ത് പോകുമ്പോഴേക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ആൻഡ് രാത്രി കിടക്കുന്നതിന് മുമ്പ് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. ഇറ്റ്സ് എ മസ്റ്റ് തിങ് ഫോർ മീ. എത്ര ടയേർഡാണെങ്കിലും മേക്കപ്പ് റിമൂവ് ചെയ്യാതെ ഞാൻ, അല്ലെങ്കിൽ കാജലാണെങ്കിൽ പോലും അത് കളയാതെ ഉറങ്ങാറില്ല. സോ ഐ തിങ്ക് ഇഫ് യു ടേക്ക് കെയർ ഓഫ് യുവർ സ്കിൻ ദാറ്റ് വേ, ദാറ്റ്സ് ഇനഫ്. പിന്നെ ഏറ്റവും അലീനയ്ക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വിമൻ ആരാണ് തോന്നുന്നത്? അതായത് അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്. I think I'll definitely choose Angelina Jolie for that, because ഞാൻ ചെറുപ്പം മുതലേ I have been looking up to her. പുള്ളിക്കാരിയുടെ ഒരു ലൈഫ് സ്റ്റോറി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ് ആൻഡ് കുറേ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റോറിയാണ്. ഷി വാസ് എ ഡ്രഗ് അഡിക്റ്റ് വെൻ ഷി വാസ് എ ടീനേജർ. ദെൻ ദ വേ ഷി ഈസ് ഗോട്ടൺ ഔട്ട് ഓഫ് ഇറ്റ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കരിയറിൽ ഫോക്കസ് ചെയ്ത് ഷീ ഈസ് ഏസ്ഡ് ഇൻ ഹർ കരിയർ. ആൻഡ് റൈറ്റ് നൗ ഷീ ഈസ് ടൈഡ് അപ്പ് വിത്ത് UN. Doing a lot of humanitarian works where she's adopting a lot of kids, giving life to them, and she's standing up for a lot of causes that needs attention. So she's a woman who's beautiful inside and out, and I find her the most beautiful that way. ഇപ്പം റീസെൻ്റ്ലി നന്ദിത ദാസ് ഒരു ക്യാമ്പയിൻ കൊണ്ടുവരുന്നുണ്ട്, സെയിം ബ്ലാക്ക് ഈസ് ബ്യൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതിനെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണ്? I think it's a very good initiative. കാര്യം യൂഷ്വലി നമ്മൾ ഇന്ത്യൻസിനിടയിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കൾച്ചർ, ദേ പ്രിഫർ എ ലോട്ട് ഓഫ് വൈറ്റ് ടോൺ സ്കിൻ പീപ്പിൾ. ഐ ഡോണ്ട് നോ വൈ ദാറ്റ് ഇസ് ദെയർ, ബട്ട് നമ്മളുടെ ഇന്ത്യയിൽ ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ആർ സ്കിൻ ടോൺ, ഇറ്റ്സ് മോർ ഓൺ ദ വീറ്റിഷ് ടോൺ ഓർ ഓൺ ദ ഡാർക്കർ സൈഡ്. നമ്മളുടെ കുറേ കൂടി ടാൻഡാണ് നമ്മളുടെ സ്കിൻ. അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ സേ നോ യുനോ വൈറ്റ് സ്കിൻ പീപ്പിൾ ഓർ. എനിക്ക് അങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരുന്നത് കാണുമ്പോഴേ എനിക്ക് തീരെ ഇഷ്ടമില്ല. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ഇനീഷ്യേറ്റീവ്. ആൻഡ് another thing that we have to look into is there are a lot of people who are dusky and who has made it to the top, like Bipasha. Model aanengil Archana Anil Kumar, she is I think she's half Malayali if I'm not wrong. Then she is doing all the international pageant, ramp. She's standing for a lot of international designers as their model. So she's somebody who's achieved it, you know. And she's on the darker side, she's on the duskier side. Ivide Kochile thanneyanengilum I've worked with a model called Tinu Menacheri. She's also on the dusky side, but these beauties are amazing, you know. Avara skin tone okke namukku kittarite enike edukka, you know, I wanted it to be a little more tanned or, you know, to be on the duskier side, because I think dusky is sexy. Yeah. പിന്നെ ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത്? എൻ്റെ പപ്പ, his name is Robert Ulaman. He is working with Catholic Syrian Bank. And my mom, Rani K, she is a professor in St. Xavier's College. My brother, he's younger to me and he's doing his second year BCom in Chinmaya right now. So that's my pets? Yeah, I love pets. I've got 5 cats. Then I've got lovebirds. ഇപ്പം കുറേ പോയി. I mean, they're almost ഒരു 18-20 ഉണ്ടായതാ ഞങ്ങൾക്ക്. Few of them died. കുറേ 2 പാമ്പൊക്കെ വന്ന് പിടിച്ചിട്ടുണ്ട്. So അങ്ങനെ. Then we've got fishes. So
I am a very pet person. I love dogs also. പക്ഷേ cats ഇപ്പം ഉള്ള കാരണം we're not keeping dogs right here. പക്ഷേ I love pets, yeah. പിന്നെ ഒരു മലയാളി ആയതിന് അഭിമാനം തോന്നുന്നുണ്ടോ അലീനയ്ക്ക്? Yes, definitely. After becoming Miss South India? Yeah, Miss South India, ഇതിൻ്റെ organizer is Ajit sir. He is Pegasusന്റെ ഓണറും കൂടെയാണ്. സോ നമ്മൾ ഗ്രൂമിങ് സെഷനിൽ നിൽക്കുമ്പോഴും ദിസ് ഇയർ വി ഹാഡ് 6 മലയാളീസ്, 7 Bangaloreans, 1 from Chennai and 3 from Hyderabad. So I was like, പ്രാവശ്യമെങ്കിലും കേരളത്തിന് ഒരു കിരീടം കിട്ടണം, നമുക്കൊരു കിരീടം ഇങ്ങോട്ട് കൊണ്ടുവരണം. Because it's been 5 to 6 years since Kerala has got a crown. So അതൊരു കാര്യം. ആൻഡ് പിന്നെ I am the second one to place from Kerala. I'm the second Keralite who's won South India. So അങ്ങനെയൊക്കെ നോക്കുമ്പോൾ yes, I'm definitely very proud for winning this title for our state. And മലയാളിയാണെന്ന് പറയാനായിട്ട് എനിക്ക് actually I'm very happy to say മലയാളി. ഇതിന്റെ റണ്ണറപ്പും Kerala ആണ്. So this time we've got 2 crowns to Kerala. Yes. ഫ്യൂച്ചർ ലൈഫ് പാർട്ട്ണറിനെ പറ്റി ഒന്ന് പറയാമോ? ഇപ്പം അങ്ങനെ ഒരാളില്ല. സോ എന്ത് പറയാന്ന് വെച്ചാൽ ഡ്രീം ഗൈ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഒരാളെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. concept, yeah, of course, we girls love to dream about it. So എനിക്ക് the only thing is, even if I get married, I would love to continue working. So I want a partner who would support me and who will believe in my dreams. And എനിക്ക് ആ വേണ്ട സപ്പോർട്ട് തരുന്ന ഒരാളാണെങ്കിൽ I think that is more than enough. Yeah. പിന്നെ ഇനിയിപ്പം മോഡലിംഗ് ട്രൈ ചെയ്യുന്ന ഇഷ്ടംപോലെ പേരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? എന്താണ് മൈ അഡ്വൈസ്? ഈവൻ ഞാനും അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഐ ഡ്രീംഡ് എ ലോട്ട് ടു ബി ഇൻ ദിസ് ഫീൽഡ്, ഇൻ ദിസ് കരിയർ. ആൻഡ് the main thing that I did was, every time an opportunity came my way, I took it up. എൻ്റെ പാരൻസും yes, they were also very strict about going into modeling. അത് ഞാൻ വളരെ യങ് ഏജിൽ മുതലേ I've been asking them, can I do it? പക്ഷെ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും when I was very strong with my point, when I told them clearly I would want to do modeling, at least now please let me do എന്ന് പറഞ്ഞപ്പോഴാണ് they realized that it's very important for me. And ഇപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ then there's no other time when you can do it also. അപ്പോൾ they supported me, and when I got an opportunity I took it up. ആൻഡ് നമ്മൾ പിന്നെ ഈ പാജൻസിന് പോയിട്ട് അങ്ങനെയാണ് മോഡലിംഗിലേക്ക് കയറാൻ നോക്കുന്നതെങ്കിൽ, one thing that you have to make sure is, once you are in the pageant, you should be ready to give your best there. നമ്മളുടെ 100% നമ്മളവിടെ കൊടുക്കണം. ആൻഡ് നമ്മൾ പിന്നെ ആ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് യു ഷുഡ് നെവർ റിഗ്രറ്റ് തിങ്കിങ് ദാറ്റ് ഇത്രയും കൂടി നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നെങ്കിൽ, ആ ഒരു ഡൗട്ടോ അല്ലെങ്കിൽ ആ റൂം ഫോർ റിഗ്രറ്റ് ഇടാതെ, വെൻ യു ഗിവ് യുവർ ബെസ്റ്റ്, വെൻ യു വർക്ക് റിയലി ഹാർഡ് ഫോർ ഇറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ്. അവിടെ there is nothing that will come in your way. That is true. Yeah. Okay, last but not the least, let me ask you a question. ഒരു 5 years കഴിയുമ്പോഴത്തേക്കും where do you see yourself? എവിടെ ആയിരിക്കും? Okay, hopefully I want to win an international crown for India. That's my priority number 1 right now. And so if I win there, then I'm pretty sure modeling contracts will follow, movies will follow. So basically you can see me at the peak of my career in 5 years. And I don't know if I'll get married by then, but if the right person comes, and if the time is right, and if everything falls right, then maybe I will be starting my family in 5 years. Yeah. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മുടെ കൂടെ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്ത അതിലേക്ക് താങ്ക് യു സോ മച്ച്. Thank you so much. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. Thank you. എന്തൊക്കെയാണോ ഡ്രീംസ് അതെല്ലാം നേടി വരിക. ഓൾ ദി ബെസ്റ്റ്. Thank you so much.